ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. Okay, നമുക്ക് നോക്കാം നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. Okay, an affirmation sentence can be converted into negative sentence by adding it to the negative note. അതായത് affirmation എന്ന് പറഞ്ഞാൽ സ്ഥിരീകരിക്കുക, നമ്മൾ ഒരു കാര്യത്തെ സ്ഥിരീകരിച്ച് ചെയ്യുക. അപ്പൊ ആ ഒരു സെന്റൻസ് ആ ഒരു വാചകത്തെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ അങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നെഗറ്റീവ് സെന്റൻസ് വരുന്നത്. ഓക്കെ, അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നത് വെച്ചാൽ നമ്മൾ ആഡ് ചെയ്യാം, നോട്ട് വെച്ചിട്ട് ആഡ് ചെയ്യാം. ലാസ്റ്റ് നമുക്ക് നോട്ട് വരുന്നതാണ് നമുക്ക് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വരുന്നത്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. നീല ഈസ് നോട്ട് പ്ലേയിങ് വെൽ. ഇവിടെ നോട്ട് വരുന്നുണ്ട്. സോ അപ്പൊ അതാണ് നമുക്ക് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. നോട്ട് പ്ലേയിങ് വെച്ചാൽ നീല ഇപ്പൊ കളിക്കും. നോട്ട് പ്ലേയിങ് വെൽ, നീല ഇപ്പൊ നന്നായിട്ട് കളിക്കുന്നില്ല, നെഗറ്റീവ് ആയിട്ട് വരുന്നത്. ഐ ഡോണ്ട് നോ, എനിക്ക് അറിയില്ല, അത് നോട്ട് വരുന്നുണ്ട്. വി ഡിഡ് നോട്ട് മിസ് ദി ട്രെയിൻ യെസ്റ്റർഡേ. ഞങ്ങൾ ഇന്നലെ ട്രെയിൻ മിസ് ചെയ്തില്ല. ദേ ഹാഡ് നോട്ട് ഗോട്ട് എ കാർ. അവൾക്ക് കാർ കിട്ടിയില്ല. ഷീ ഡസ് നോട്ട് ഈറ്റ് എ മാംഗോ. അവൾ മാംഗോ കഴിക്കത്തില്ല, മാങ്ങ കഴിക്കത്തില്ല. വി വേർ നോട്ട് അറ്റ് ദി കോൺഫറൻസിൽ ഞങ്ങൾ ഇല്ലായിരുന്നു. ഹി വാസ് നോട്ട് ഇൻ ബോംബെ. അവൻ ബോംബെയിൽ ഇല്ലായിരുന്നു. ഇതൊക്കെയാണ് നോട്ട് വെച്ച് വരുന്നത്. ഇപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാ വരുന്നത്. ഇപ്പൊ നമ്മൾ നോക്കാം. ഓക്കെ, അതിൽ നമ്മൾ NOT വെച്ചിട്ടാണ് നമ്മൾ മൊത്തം എഴുതിയത്. അപ്പൊ ഇതിൽ വരുമ്പോൾ, ഈ ഒരു എക്സാമ്പിൾ വരുമ്പോഴത്തേക്കും ഐ ഡോണ്ട് നോ, എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഡോണ്ട്, ഡു നോ, നോട്ട് എന്ന് ഡു നോട്ട് നോ എന്ന് നമ്മൾ പറയത്തില്ല. അതിന് പകരമായിട്ട് ഡോണ്ട്, DO എന്നിട്ടിട്ട് അപ്പോസ്ട്രോഫി T ഇരുന്നാണ് ഡോണ്ട് നോ. അപ്പൊ അതിന്റെ ഒരു ഷോർട്ടാണ് അത്. ദേ ഡിഡിൻ കം. അവര് വന്നില്ല. ഡിഡ് നോട്ട് എന്നല്ല, നോട്ടിന് പകരം ഡിഡ് കറക്റ്റാണ്. നോട്ടിന് പകരം എന്നും അപ്പോസ്ട്രോഫി T ഇട്ട ഡിഡിൻ്റെ ആയി. ഓക്കെ, ഐ ഹാവൻ ഗോട്ട് എ ലെറ്റർ. എനിക്ക് കത്ത് കിട്ടിയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഹാവൻ നോട്ട്, ഐ ഹാവ് നോട്ട് എന്ന് പറയും. നോട്ടിന് പകരമായിട്ട് നമ്മൾ എന്നും ടീയും മാത്രം എടുക്കുക, നമ്മൾ എടുക്കത്തില്ല. അപ്പൊ അതാണ് ഷോർട്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, ഹാവൻ നോട്ട്. അപ്പൊ എന്ന് കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി ഇട്ടിട്ട് T ഇടും. പിന്നെ ഷീ ഈസൻ മാരീഡ്. അവൾ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇസന്റ്. അപ്പൊ ഷീ ഈസ് നോട്ട് മാരീഡ്, അവൾ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഈസ് നോട്ട് എന്ന് പകരം എന്നും മാറ്റിയിട്ട് അപ്പോസ്ട്രോഫി T ആണ് ഇടുന്നത്. അപ്പൊ അതാണ് യു ആർ ഗോയിങ് നൗ. നീ ഇപ്പൊ പോകുന്നില്ലേ, യു ആർ നോട്ട് ഗോയിങ് നൗ. അതിന് പകരമാണ് ആറൻറ്റ് വരുന്നത്. ആ നോട്ടിന് പകരം എൻ അപ്പോസ്ട്രോഫി T. വി വേരൻ പ്രസന്റ് അറ്റ് ദി ലെക്ചർ. ഈ ക്ലാസ്സിന് ഞങ്ങൾ പ്രസന്റ് അല്ലായിരുന്നു. വി വേറൻറ്റ്. അപ്പൊ നോട്ട് എന്ന് പറഞ്ഞിട്ട് എന്നും T ആണ്. ഇതിൽ ഇങ്ങനെയാണ് വരുന്നത്. നേരത്തെ നമ്മൾ വായിച്ചപ്പം ഡു നോട്ട് എടുത്ത് നമ്മൾ പറഞ്ഞു നോട്ട്. നമ്മൾ നോട്ട് എടുത്ത് പറയത്തില്ല, നമ്മൾ വേറൻറ്റ്, വാസൻറ്റ് എന്നും പിന്നെ അപ്പോസ്ട്രോഫി Tയും കൂടിയിട്ട് നമ്മൾ ഇവിടെ എഴുതുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഇത് നോക്കാം. ഡു പ്ലസ് നോ ഡോണ്ട്. ഡിഡ് പ്ലസ് നോട്ട് ഡിഡിൻറ്റ്. ആർ പ്ലസ് നോട്ട് ആറൻറ്റ്. വേർ പ്ലസ് നോട്ട് വേറൻറ്റ്. ഹാവ് പ്ലസ് നോട്ട് ഹാവൻറ്റ്. വിൽ പ്ലസ് നോട്ട് വോണ്ട്. can plus not can't. Could plus not couldn't. Would plus not wouldn't. Does plus not doesn't. Is plus not isn't. Was plus not wasn't. Has plus not hasn't. Had plus not hadn't. Shall plus not shalln't. Must plus not mustn't. Need plus not needn't. Should plus not shouldn't. ഇതാണ് നമ്മൾ നോക്കിയ ഇന്നത്തെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതുപോലെയാ വരുന്നത്. ഇപ്പൊ ഈസ് പ്ലസ് നോട്ട് എന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ഈസെന്റ് എന്ന് വരും. അവിടെ എടുക്കത്തില്ല. ഓക്കെ, ഈസ് ഇട്ടിട്ട് എന്നും പിന്നെ അപ്പോസ്ട്രോഫി T ആണ് ഇരുന്നത്. എല്ലാത്തിനും നമ്മൾ അങ്ങനെ ഇരുന്നത്. അപ്പൊ ഇത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. സോ അപ്പൊ അത് അത്രേ ഉള്ളൂ. സോ അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയകളൊന്ന് ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ ചാനലായ കോമേഴ്സ് മാസ്റ്റർ 2024 എന്ന
ചാനലുകളൊന്ന് ഫോളോ ചെയ്യാം. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസി, സെക്കൻഡ് ഇയർ അക്കൗണ്ടൻസിയും അക്കൗണ്ടൻസി ടിപ്സുമാണ് അപ്ലോഡ് ചെയ്യുന്നത്. സോ ആർക്കെങ്കിലും അക്കൗണ്ടൻസി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. സോ അപ്പോൾ ആർക്കെങ്കിലും അക്കൗണ്ടൻസി അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. സോ നിങ്ങൾ ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസൊക്കെ അപ്പോൾ ഞാൻ പറയുന്നതായിരിക്കും. സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.